ഹലോ വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു കളർഫുൾ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ബീട്രൂട്ട് റൈസ്. ഇപ്പോൾ രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ബീട്രൂട്ട് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് കുരുമുളക്, 1-2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ തൊലി ചേർക്കണം എന്നില്ല, അതിൻ്റെ കുരു മാത്രം ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉണക്കമുന്തിരിങ്ങയാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉണക്കമുന്തിരിങ്ങയാണ്. ഇവിടെ മോന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ കപ്പലണ്ടി ഇഷ്ടമല്ലാത്തവർക്ക് കശുവണ്ടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ പൊതുവേ എരിവ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാനിവിടെ 1 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കതൊരു 2-3 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ആദ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മസാലപ്പൊടി ഒന്ന് ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ്. ഞാനിവിടെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് കൂടി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറിക്കിട്ടും. ചിലർക്ക് ആ ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് അത് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബീട്രൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടൊക്കെ പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അരിയാണ്. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർക്കാനിട്ട് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് ഈ ബസ്മതി അരി കൂടി വഴറ്റിയ ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരി കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ആ ബീട്രൂട്ടും അരിയും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്ന പോലെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ചോറുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ അരിയും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് ബസ്മതി അരിക്ക് ഞാനിവിടെ 4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിൻ്റെ ഉപ്പ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, ഇനി എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. സ്വാദിഷ്ടമായ ബീട്രൂട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഈ ചോറ് കാണാൻ, ഒരു ഭംഗിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. മാത്രമല്ല ഈ ചോറിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. തൈരിൻ്റെയും അച്ചാറിൻ്റെയും ഒക്കെ കൂടെ ഒരു കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, കൂടെ അതിൻ്റെ കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.